കാളികാവ്, തുവ്വൂർ, കരുവാരക്കുണ്ട്, എടപ്പറ്റ മേഖലകളിൽ 4 ദിവസമായി ഉണ്ടായിരുന്ന കാട്ടാന 30 കിലോമീറ്ററുകളോളം ജനവാസ മേഖലയിലൂടെ സഞ്ചരിച്ച് തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിലേക്ക് കടന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 2:30ഓടെ എടത്തനാട്ടുകര ചിരട്ടക്കുളം ഭാഗത്തെ വീടുകളുടെ മുറ്റം വഴി ആന കടന്നുപോകുന്ന ദൃശ്യങ്ങൾ കാണാം. കന്നുകാലി ഗവേഷണ കേന്ദ്രം ആന വളർത്തൽ കേന്ദ്രമായ സ്ഥിതിയായെന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കാളികാവ്, കരുവാരക്കുണ്ട്, തുവ്വൂർ, എടപ്പറ്റ, മേലാറ്റൂർ ഭാഗങ്ങളിൽ ഇതേ ആന ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ബുധനാഴ്ച രാത്രി കരുവാരക്കുണ്ടിൽ നിന്നും വനം വകുപ്പ് ആനയെ പറയൻമാട് വനത്തിലേക്ക് കയറ്റിയിരുന്നു. ഇവിടെ നിന്നുമാണ് ഒലപ്പാറ, കൊമ്പൻകല്ല്, യത്തീംഖാന, ചിരട്ടക്കുളം, കൊടിയംകുന്ന് വഴി മുണ്ടക്കുന്നിലെത്തി വെള്ളിയാർ പുഴ കടന്ന് തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിലേക്ക് പ്രവേശിച്ചത്. വന്ന വഴികളെല്ലാം ജനവാസ മേഖലകളാണ്. ചിരട്ടക്കുളത്തെ വടക്കൻ വീട്ടിൽ നഫീസ, ആമിന എന്നിവരുടെ വീടിന്റെ മുറ്റം വഴി ആന പോകുന്ന ദൃശ്യങ്ങളും കാണാം. വനപ്രദേശം ഇല്ലാത്ത ഭാഗമാണ് ചിരട്ടക്കുളം. ആനയുടെ സാന്നിധ്യം ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് പ്രദേശവാസിയായ TP നജീബ് പറഞ്ഞു. ഫോറസ്റ്റിന്റെ പരിധിയിൽ നിന്ന് 10-12 കിലോമീറ്റർ ദൂരത്താണ് ഈ ആനയുടെ സഞ്ചാരം ഉണ്ടായിട്ടുള്ളത്. അതും ജനങ്ങളേറെ തിങ്ങിപ്പാർക്കുന്ന ഏരിയയിലൂടെയാണ്. അത് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ അമ്പലപ്പാറ ഭാഗത്തൊക്കെ ആന ഉണ്ട് എന്ന് പറയല്ലാതെ ഇത്രയും ദൂരത്തൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. ഒരുപാട് സ്കൂളുകളും പള്ളികളും കുട്ടികളൊക്കെ സഞ്ചരിക്കുന്ന പാതയിലൂടെ എത്തിങ്ങാന ചട്ടക്കുളം ഭാഗത്തുനിന്നും ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. വെള്ളിയാഴ്ച നേരം പുലർന്നപ്പോഴാണ് ആന തങ്ങളുടെ മുറ്റം വഴി പോയ വിവരം അറിയുന്നതെന്ന് നഫീസ പറഞ്ഞു. ആശങ്ക ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഉറങ്ങാൻ പേടിയൊക്കെ തന്നെ കുട്ടികളെ കാര്യത്തിൽ പേടിയാണ്. അതിനുള്ള പരിപാടി കളിഞ്ഞെടുക്കണം. മനുഷ്യനിപ്പോൾ കൊന്നാലും പിന്നെ അതിന് ഒരു വിലയില്ലല്ലോ. ജീവികളെ കൊന്നാലുള്ളല്ലോ വില. അതിനൊക്കെ തീരുമാനം എടുക്കണം. ആ കേൾക്കാൻ തന്നെ പറഞ്ഞു. വന്ന വഴികളിൽ എവിടെയും ഒരു നാശനഷ്ടം പോലും വരുത്തിയിട്ടില്ലെന്നാണ് വിവരം. കാൽപ്പാട് കാണുമ്പോൾ വലിയ ആനയാണെന്നാണ് നിഗമനം. വിവരം അറിഞ്ഞവർ രാവിലെ ടാപ്പിങ്ങിനും പള്ളിയിലേക്കും പോയില്ലെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ P. കുഞ്ഞമ്മു പറഞ്ഞു. പാടത്തൊക്കെ നോക്കുമ്പോൾ വലിയ വലിയ ചവിട്ടുകളും അത്രയും വലിയ ആനയാണത്. ഇപ്പോൾ ആ പിലാവിന്ന് ഫുള്ള് ചക്കട്ട് തിന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഉള്ളൊരു ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഇനി എങ്ങനെ ഇവിടെ ഒറ്റക്ക് കിടക്കും. കാരണം ഇവരുടെ കുട്ടികളൊക്കെ ഗൾഫിലാണ്. അപ്പോൾ ഇവർക്ക് എന്നല്ല നമുക്കൊക്കെ ഇല്ല ആശങ്ക. അപ്പോൾ അതിൽ കൂടുതൽ ടാപ്പിങ്ങേർ പോകുന്നുണ്ട് 3 മണിക്കും 2 മണിക്കും. അതേമാതിരി മീൻ വാങ്ങാനില്ല, മീൻ വിൽക്കാൻ പോകുന്ന ആൾക്കാർ, പള്ളിയിൽ പോകുന്ന ആൾക്കാർ, നിസ്കരിക്കാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ രാത്രിയാണ്. അവർക്കൊക്കെ വലിയൊരു ആശങ്കയാണ് ഈ ആനൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞത്. ഇന്ന് കൂടുതൽ ആരും പള്ളിയൊക്കെ കൂടുതൽ ആളുണ്ടായിട്ടില്ല, വട്ടാൻ കുറേ ആൾക്കാർ പോയിട്ടില്ല. ഇതിങ്ങനെ ഇനി ഉണ്ടാകുമോ ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ആശങ്ക. വിഷയം വനം വകുപ്പിനെ അറിയിക്കും. തുടർന്നും ഈ വഴി ആന വരാതിരിക്കാനുള്ള കാര്യങ്ങൾ വനം വകുപ്പിന്റെ സഹായത്തോടെ സ്വീകരിക്കുമെന്നും വാർഡംഗം സുരേഷ് കൊടുങ്ങിയിൽ അറിയിച്ചു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് തീർച്ചയായും ഈ സംഭവങ്ങളെ ഗൗരവമായിട്ടാണ് കാണുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ വനം വകുപ്പുമായി ചേർന്നുകൊണ്ട് തീർച്ചയായും സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ സൗരോർജ്ജ വേലിയുടെ പൂർത്തിയാകാത്ത ഭാഗങ്ങൾ പൂർത്തിയാക്കാനും, അതുപോലെ തീർച്ചയായും ഇപ്പോൾ ഈ സഞ്ചാരപാത അതൊരു തുടർച്ചയായ പാതയാവാതിരിക്കാനുള്ള നടപടികളാണ് വേണ്ടുന്നത്. അത് തീർച്ചയായും വനപാലകരുടെ ഭാഗത്തുനിന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും അതിനുള്ള നടപടി ഉണ്ടാകുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. അമ്പലപ്പാറ, കരടിയോട്, കച്ചേരിപ്പറമ്പ് ഭാഗങ്ങളിൽ നിന്നും ആനകൾ പതിവായി കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിലേക്ക് എത്താറുണ്ട്. കരുവാരക്കുണ്ട് ഭാഗങ്ങളിൽ ഉള്ള ആനകൾ കൂടി വരുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കും. ആന വളർത്തൽ കേന്ദ്രമായാണ് ജനങ്ങളിപ്പോൾ തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തെ വിശേഷിപ്പിക്കുന്നത്. ഇത് പൂർണ്ണാർത്ഥത്തിൽ ആവുന്നതിനു മുന്നേ ഇവയെ തുരത്താനും തുടർന്ന് കേന്ദ്രത്തിലേക്ക് വരാതിരിക്കാനുമുള്ള നടപടി വനം വകുപ്പ് സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം നിജാസ് ഒതുക്കുംപുറത്ത് ആവശ്യപ്പെട്ടു. ഈ തിരുവാന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രം എന്നുള്ളത് ഒരു ആന പരിപാലന കേന്ദ്രം ആയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൻ്റെ ചുറ്റും ഒരുപാട് വീടുകളും കർഷകരൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അവരുടെ കൃഷികളൊക്കെ നിരന്തരം ഇവിടെ തമ്പടിക്കുന്ന കാട്ടാനകൾ നശിപ്പിക്കുന്നത് പതിവായിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ ഈ തിരുവാന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ സ്ഥിരമായി എത്തുന്നത് ഒരു മോഴാനയും ഒരു കൊമ്പനാനയും പിന്നെ കൂടെ മറ്റൊരു ആനയുമാണ്. ഈ 2 ആനകളും കൊമ്പനും ഈ മൊഴാനയും അതീവ
ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ആനകൾ തന്നെയാണ്. കാരണം ഈ നമുക്കറിയാം ഒരു വർഷം ഏകദേശം മുമ്പ് ഈ വനപാലകരിൽ ഒരു വാച്ചറെ കൊന്ന ഒരു സാഹചര്യം പോലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പേ ഒരു 2 വർഷം മുമ്പ് ഈ വാലിപ്പറമ്പ് ഉമ്മർ സാഹിബ് എന്ന ഒരാളെ, ഒരു കർഷകനെ അദ്ദേഹത്തിൻ്റെ തൊടിയിൽ വെച്ച് തന്നെ പൊൻപാറ ഭാഗത്ത് കൊല്ലപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. അതീവ ജാഗ്രതയോടെ തന്നെയാണ് നമ്മളൊക്കെ ഈ വിഷയങ്ങളൊക്കെ നോക്കിക്കാണുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ഉണ്ടാവും തന്നെയാണ് ഈ ഒരു അവസരത്തിൽ അറിയിക്കാനുള്ളത്. നിലവിൽ കരടിയോട് മലയിൽ നിന്നും എത്തിയ ആനകളും ഗവേഷണ കേന്ദ്രത്തിൽ ഉണ്ടെന്ന് സമീപവാസികൾ പറഞ്ഞു. സുലഭമായ ഭക്ഷണവും വെള്ളവുമാണ് ആനകളെ തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നത്. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.